താമരകുളത്ത് പന്നിക്കടിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച കർഷകൻ ശിവൻകുട്ടി പിള്ളയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ഉച്ചയോടെ സംസ്കാരം നടത്തി. ബന്ധുക്കളടക്കം ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുവാനെത്തിയിരുന്നു. കറ്റാണത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രാവിലെ വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിച്ചു. ഗൾഫിലായിരുന്ന മകനും മരുമകനും ചൊവ്വാഴ്ച നാട്ടിലെത്തിയിരുന്നു. ബന്ധുക്കളും ജനപ്രതിനിധികളുമടക്കം ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വീട്ടിലെത്തിയത്. MS അരുൺകുമാർ MLA, താമരകുളം പഞ്ചായത്ത് പ്രസിഡന്റ് G വേണു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് CA അരുൺകുമാർ, CPM ഏരിയ സെക്രട്ടറി D ബിനു, BJP ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനൂപ്, CPI മണ്ഡലം സെക്രട്ടറി M മുഹമ്മദ് അലി, DCC അംഗം P രഘു തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചിരുന്നു. സംസ്കാരത്തിന് നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ചെങ്ങന്നൂർ DYSP ബിനുകുമാർ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. സംഭവസ്ഥലവും DYSP സന്ദർശിച്ചു. അന്വേഷണം നീതിപൂർവമായി നടക്കുമെന്നും DYSP മാധ്യമങ്ങളോട് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്നും ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും DYSP പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ നെടിയാനക്കൽ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് രാവിലെ കർഷകനാണ് ശിവൻകുട്ടി. അദ്ദേഹം തേങ്ങയിടാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. പന്നിക്ക് കെണിവെച്ചിരുന്നതാണ്. മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയല്ല എങ്കിലും ഒരു ജീവൻ പൊലിഞ്ഞത് ഈ പ്രദേശം മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. കപ്പ കൃഷി ചെയ്യുന്നത് ഈ പന്നിയുടെ ശല്യം കാരണം അത് കൊടുത്തതാണ്. ഇത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പോലീസിന് എല്ലാ കാര്യത്തിലും നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ട അത്യാവശ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് ഈ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തല്ലെങ്കിൽ ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള പ്രതിയായ ഈ ജോൺസൺ നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് നരകത്തിക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് സെക്ഷൻ ആൾട്ടർ ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇലക്ട്രിസിറ്റിക്കാർ വന്ന് സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങി ഇലക്ട്രിസിറ്റി ആക്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേസിൻ്റെ ഭാഗത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള അന്വേഷണം മാത്രമേ പോലീസ് നടത്താറുള്ളൂ. പ്രത്യേകിച്ച് വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏത് തരത്തിൽ ആർക്കാണ് അന്വേഷണ ചുമതല? അങ്ങനെ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് കാര്യമില്ല. CA ആണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇത് അന്വേഷിക്കുന്നത്. അത് യഥാർത്ഥ SI അന്വേഷിക്കേണ്ട കേസാണ്. എന്നാലും ഇത് സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ നേരിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്. അതിൽ ഏതൊരു അപാകതയും ഉണ്ടാവില്ല. എൻ്റെ സൂപ്പർവിഷനോടുകൂടി തന്നെ അത് ചെയ്യാറുണ്ട്. അതിൽ ഏതൊരു ആരോപണവും അതിലുണ്ടാവത്തില്ല. കൊടുത്താലേ എക്സോട്ട് ആവുള്ളൂ. കൊടുത്താൽ കൊടുത്തിട്ടൊന്നും അടിച്ചുകൊണ്ടേയിരിക്കും.